ലോകമെമ്പാടുമുള്ള ജനങ്ങൾ സന്തോഷിച്ച് ആഹ്ലാദ തിമിർപ്പിലായിരിക്കുന്നതായ ഒരു പ്രത്യേകമായ ഒരു വിശേഷ ദിവസമാണ് ഇന്ന്. കാരണം ഈ ലോകത്തെ മുഴുവനും പ്രകമ്പനം കൊള്ളിച്ചതായ പാതാള ഗോപുരങ്ങളുടെ തൂണുകൾ ആടിപ്പോയ ഉലഞ്ഞുപോയതായ ഒരു ദിവസം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നതായ ആ സൂചനകൾ നൽകുന്നതായ ഓർമ്മയുടെ ദിവസം എന്നൊക്കെ നമുക്കതിനെ പറയാം. നിങ്ങൾക്കിഷ്ടമുള്ള പേരുകൾ അതിന് കൊടുത്തുകൊള്ളൂ. പക്ഷെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കുവാൻ ഒരു സന്ദേശമുണ്ട്. നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് നന്നായി നാം ഗ്രഹിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും, ഇന്ന് എത്ര സന്ദേശങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. ഉയർപ്പിൻ്റെ ഗാനങ്ങൾ അവിടെ ഇവിടായി കൊടുമ്പിരി കൊണ്ട് മുഴങ്ങും. ഈ ലോകം മുഴുവനും പ്രകമ്പനം കൊള്ളും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ അതിൻ്റെ അധികാരി, അവൻ മരണത്തെ ജയിച്ച് ജീവനുള്ളവരുടെ ദേശത്തേക്ക് അവൻ ഉദയം ചെയ്തിരിക്കുന്ന ദിവസം, മരണമെന്ന പൈശാചിക ശക്തിയെ അവൻ കാൽവരി ക്രൂശിന്മേൽ തോൽപ്പിച്ച് ജയഘോഷം കൊണ്ട ദിവസം. മനോഹരമല്ലേ ഈ ദിവസം? ഈ ദിവസത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. ഉയർപ്പിന്റെ ഗാനങ്ങൾ പാടുവാൻ യോഗ്യതയുള്ള ഒരു ജനമായി തീരുവാൻ നാം കാത്തിരിക്കുന്നു. ഇങ്ങനെ കാത്തിരിക്കുന്നതായ ജനത്തിനോട് ദൈവത്തിൻ്റെ ആത്മാവിന് കർത്താവിനെ അന്വേഷിച്ച് ചെന്നതായ ദൂതന്മാർ ആ മഗ്ദലക്കാരത്തി മറിയോടും യേശുവിൻ്റെ അമ്മ മറിയോടും ശിഷ്യന്മാരോടും സംസാരിച്ചതായ ഒരു സന്ദേശം, അത് നമ്മോട് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ആ സന്ദേശം എന്നറിയാമോ? നോക്കൂ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അവനെ ചുറ്റിയിരുന്നതായ ശീലകൾ ഒരിടത്ത് വേറിട്ട് വച്ചിരിക്കുന്നത് അവർ കണ്ടു. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ വേറൊരു കാര്യം കാണുവാൻ അവന് ഭാഗ്യം ലഭിച്ചു. അവനെ വളരെയധികം അത് ചിന്തിപ്പിച്ചു. മറ്റുള്ളവർ കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു കണ്ണോടുകൂടി യോഹന്നാൻ കല്ലറയിൽ ചെന്ന് നോക്കിയപ്പോൾ ആശ്ചര്യപ്പെടുത്തുന്നതായ ഒരു കാര്യം കണ്ടത് അവൻ തൻ്റെ സുവിശേഷത്തിൽ അത് എഴുതി ചേർത്തിരിക്കുക. എന്താണെന്നറിയാമോ? തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ മറ്റ് ശീലകളോടുകൂടെ ചേർക്കാതെ പ്രത്യേകം ചുരുട്ടി തലയ്ക്കൽ വെച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ്? എന്തുകൊണ്ട് യോഹന്നാൻ അത് കണ്ടുപിടിച്ചു? എന്തുകൊണ്ടത് സുവിശേഷത്തിലെ രേഖയായി വരണം? ശീലകൾ ചുറ്റിയിരുന്നത്, അവൻ തന്നെ ചുറ്റിയിരുന്ന ശീലകൾ അവിടെ വച്ചിരിക്കുന്നത് കണ്ടെന്ന് മാത്രമല്ലേ എഴുതേണ്ടു? എന്നാൽ യോഹന്നാൻ നോക്കിയപ്പോൾ അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ മറ്റ് ശീലകളോടുകൂടെ ചേർക്കാതെ, കൂട്ടിക്കുഴയ്ക്കാതെ പ്രത്യേകം ചുരുട്ടി വച്ചിരിക്കുന്നത് കണ്ടു. ചില മണിക്കൂറുകൾക്ക് മുമ്പ് അവൻ്റെ തലയിൽ ഈ ലോകത്തിന്, റോമ ഗവൺമെന്റിന്, പരീശന്മാർക്ക്, പള്ളിപ്രമാണികൾക്ക്, യഹൂദന്മാർക്ക്, യേശുവിൻ്റെ ശത്രുക്കളായിരുന്നവർക്ക് യേശുവിന് കൊടുക്കുവാനുണ്ടായിരുന്ന ഒരു സമ്മാനം മുൾക്കിരീടമായിരുന്നു അവൻ്റെ തലയിൽ. എന്നാൽ അരിമത്യക്കാരനായ യോസെഫ് ആ മുൾക്കിരീടം അഴിച്ചു മാറ്റി. അതിനുശേഷം തൻ്റെ തലയിൽ ബഹുമാനാർത്ഥം ഒരു റൂമാൽ ചുറ്റി. അത് നീളമുള്ള റൂമാലായിരിക്കും. യഹൂദന്മാരുടെ മര്യാദ പ്രകാരം തലയിൽ വളരെ നീളമുള്ള റൂമാലുകൾ ആ അടക്കത്തിന് മുമ്പ് അവർ ചുറ്റും. ആ വ്യക്തിക്ക് വേണ്ടി കൊടുക്കുന്നതായ ബഹുമാനം അവരുടെ തലയിൽ ചുറ്റുന്ന റൂമാലാണ് കാണിക്കുന്നത്. എങ്ങനെയുള്ള റൂമാലാണ് അവൻ്റെ തലയിൽ ചുറ്റുന്നത്, അതിനനുസരിച്ച് അവൻ ബഹുമാനത്തെ വിളംബരം ചെയ്യും. ഓരോ ബഹുമാനപ്പെട്ട വ്യക്തികളുടെയും ചുറ്റുകൾക്ക് വ്യത്യാസമുണ്ട്. അവരെ ശീലകൾ ചുറ്റുന്നതിന് വ്യത്യാസമുണ്ട്. അതുപോലെ ഈ അരിമത്യക്കാരനായ യോസഫ് ആരെയും വെച്ചിട്ടില്ലാതിരുന്നതായ കല്ലറയ്ക്കൽ യേശുവിനെ വെച്ചപ്പോൾ ബഹുമാനാർത്ഥം ഒരു രാജാവിന് കൊടുക്കുന്ന ബഹുമാനം യേശുവിന് കൊടുത്തുകൊണ്ട് യഹൂദന്മാരുടെ രാജാവെന്നുള്ളതായ സകല ബഹുമാനത്തോടെയും ആ റൂമാൽ കൊണ്ട് തലയിൽ ചുറ്റി അവനെ അടക്കം ചെയ്തു. എന്നാൽ അവൻ ജീവനുള്ളവരുടെ ദേശത്തേക്ക് പോകുവാൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ മറ്റ് ശീലകളോടുകൂടെ തൻ്റെ ബഹുമാനത്തെ കുഴച്ചു കളയാതെ
തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ചുരുട്ടി വേറൊരിടത്ത് വെച്ചു. അതിൻ്റെ അർത്ഥം, അതിന് അവകാശമുള്ളവൻ വരുവോളം ഇനിയും ആർക്കും അത് കൊടുക്കുകയില്ല. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതിന് അവകാശമുള്ളവൻ വരുമ്പോൾ ഈ ലോകത്തിൽ ഒരു റൂമൽ വെറും ഒരു റൂമാലല്ല, അതൊരു റൂമാൽ, അതൊരു സ്വർണ്ണ തങ്ക കിരീടമായി മാറിക്കൊണ്ട് അധികാരത്തിൻ്റെയും അവകാശത്തിൻ്റെയും ആലാളനകളുടെയും പൗരോഹിത്യത്തിൻ്റെയും ദൈവികത്തിൻ്റെയും പുത്രത്വത്തിൻ്റെയും അധികാരം എന്തിക്കൊണ്ട് അവൻ്റെ തലയിൽ ചൂടുവാനുള്ള കിരീടമായി അത് മാറും. അതിന് അവകാശമുള്ളവന് വരുവോളം അത് അവിടെ തന്നെ ഇരിക്കും. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. ഈ കിരീടങ്ങളെല്ലാം മാറ്റിക്കളയും. അത് മറ്റുള്ള ശീലകളോടുകൂടെ കുഴയ്ക്കാതെ അത് പ്രത്യേകം വെച്ചിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാനിയേൽ പ്രവചനത്തിൽ നാം വായിക്കുന്നത്, ഈ രാജാക്കന്മാരുടെ കാലത്ത് ദൈവം ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം സ്ഥാപിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭരണത്തിന് വേണ്ടിയാണെന്നുള്ളത് നാം അടിയുറച്ചു വിശ്വസിക്കുന്നു. ദൂതന്മാർ മഗ്ദലക്കാരത്തി മറിയോടും യേശുവിൻ്റെ അമ്മ മറിയോടും ശിഷ്യന്മാരോടും പറഞ്ഞ ഒരു വാക്ക് നോക്കുക. അവർ പരാതിപ്പെട്ടു, യേശുവിനെ എവിടെ വച്ചിരിക്കുന്നത് ഞങ്ങൾ കാണുന്നില്ല. ദൂതന്മാർ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? മഗ്ദലക്കാരത്തി മറിയ പറയുകയാണ്, ഞങ്ങൾ യേശുവിനെയാണ് അന്വേഷിക്കുന്നത്. അവനെ ഞങ്ങൾ കാണുന്നില്ല. അവനെ ഇവിടെ വെച്ചിരുന്നു. ആരോ അവനെ എടുത്തുകൊണ്ടുപോയി. യജമാനനെ, അവനെ എവിടെ എടുത്തുകൊണ്ടുപോയി, എവിടെ വെച്ചു എന്ന്, എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത് അറിഞ്ഞാൽ ഞങ്ങൾ അവനെ കൊണ്ടുപോയിക്കൊള്ളാം. ഒരു ശവശരീരത്തെ സ്വീകരിക്കുവാൻ വന്ന മറിയയോട് ദൂതന്മാർ പറയുന്ന വാക്ക് ശ്രദ്ധിക്കൂ. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? സാരമില്ല, നിങ്ങൾ അവനെ മരിച്ചവനെന്നാണ് നിങ്ങൾ അറിഞ്ഞിരുന്നത്. നിങ്ങളുടെ ബുദ്ധി പ്രകാശിച്ചിരുന്നില്ല. അവൻ സംസാരിച്ചതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കൂ, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുൻ ചൊന്നതുപോലെ അവൻ എവിടെ പോയി ഉയർത്തെഴുന്നേറ്റ്? ഇതാ നിങ്ങൾക്ക് മുമ്പ് ഗലീലയിൽ പോയിരിക്കുന്നു. ഇത് പറഞ്ഞു തീരുകയും മറിയയുടെ പുറകിൽ ഇതൊരു ശബ്ദം കേൾക്കുന്നു. മറിയേ, സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു ശബ്ദം. അവൾ പറയുകയാണ്, റബ്ബൂനി. ആ ഇൻപ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവിന് നമുക്ക് തരുവാനായ ദൂത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, മറ്റുള്ള ശീലകളോടുകൂടെ ചേർക്കാതെ വേറിട്ട് ചുരുട്ടി വച്ചിരിക്കുന്നതായ ആ തലയിലെ റുമാൽ. നിനക്കത് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നീയാണ് ആ രാജ്യത്വത്തിലെ പങ്കാളി. ആ രാജ്യത്വത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തി നീയാണ്. അതിന് അവകാശമുള്ളവൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാനുള്ള ഒരു സന്ദേശം, ആ അവകാശി വെളിപ്പെടുവാനുള്ളതായ ആ വെളിപ്പാടിൻ്റെ ഒരു സന്ദേശം നിന്റെ ഹൃദയത്തിൽ പതിക്കപ്പെടുമാറാകണം. അതാണ് ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തിൽ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നീ കാണുക, മറ്റുള്ള ആ ശീലങ്ങളോടുകൂടെ കൂട്ടിക്കൊഴിക്കാതെ ഇതാ വേറിട്ട് വച്ചിരിക്കുന്നതായ അധികാരത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആ അവകാശത്തിൻ്റെയും ആ അധികാരമുള്ളതായ ആ വലിയ സ്ഥാനമുള്ള ബഹുമാനമുള്ള ആ ശീല ഇത് ചുരുട്ടി വച്ചിരിക്കുന്ന നീ ഒന്ന് കാണുക. അത് തങ്ക കിരീടമായി നിന്റെ മേലും നിനക്ക് വേണ്ടിയും വീതിച്ചു തരുവാനുള്ളതായ ഒരവകാശ പത്രമായി അത് മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതിനെ വീതിക്കുവാൻ, ആ കിരീടത്തെ വീതിക്കുവാൻ അധികാരമുള്ള ഒരുത്തൻ വരും. സ്തോത്രം. അധികാരമുള്ള ഒരുത്തൻ വരും. അതുവരെയും ആ വേറിട്ട് വെച്ചിരിക്കുന്നതായ ആ റൂമാൽ ദൈവത്തിൻ്റെ കൺട്രോളിലായിരിക്കും, ദൂതന്മാരുടെ കാവലിലായിരിക്കും. ഒരു മനുഷ്യനെ കൊണ്ടും അത് തൊടിയിക്കുകയില്ല. നിങ്ങൾ ഉയർത്തെഴുന്നേറ്റവനെ അന്വേഷിക്കാനുള്ള ഒരു സ്ഥാനം ദൂതന്മാർ പറഞ്ഞു തന്നു. എവിടെ? നിങ്ങൾക്ക് മുമ്പ് ഗലീലയിൽ അവൻ ചെന്നിട്ടുണ്ട്. എന്താണ് ഈ ഗലീല? എന്തുകൊണ്ട് ഗലീലയ്ക്ക് പോകണം? ഗലീല എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വീണ്ടെടുക്കപ്പെട്ടവർ. വീണ്ടെടുക്കപ്പെട്ടതായ ഒരു കൂട്ടം ജനമുള്ള ഗലീലയിൽ
നിങ്ങൾക്ക് മുമ്പ് വീണ്ടെടുപ്പിന്റെ സന്ദേശവുമായി, വീണ്ടെടുപ്പിന്റെ അധികാരവുമായി, വീണ്ടെടുപ്പിന്റെ ശക്തിയുമായി അവൻ അവിടെ എത്തിയിരിക്കുകയാണ്. എന്നിങ്ങനെ നിങ്ങൾക്ക് ആ വീണ്ടെടുപ്പിന്റെ ഗാനം പാടുവാൻ, നിങ്ങളെ യോഗ്യതയുള്ളവരാക്കുവാൻ, കഴിഞ്ഞ കാലങ്ങളിൽ നിനക്കുണ്ടായിരുന്ന അജ്ഞതകളെ മാറ്റി നിനക്കൊരു പുതിയ ഹൃദയം തന്ന് തിരുവചനങ്ങളെ തിരിച്ചറിയുവാൻ നിന്റെ ഹൃദയത്തിന്റെ കവാടങ്ങളെ തുറന്ന്, നിന്റെ ബുദ്ധിയെ തുറന്ന്, നിന്റെ ജ്ഞാനത്തെ തുറന്ന്, നിന്റെ അറിവിന്റെ കവാടങ്ങളെയൊക്കെ തുറന്നുകൊണ്ട് കർത്താവ് നിന്നെ വിളിക്കുകയാണ്. വരൂ, ഗലീലയിലേക്ക് വരൂ, വീണ്ടെടുപ്പിന്റെ ഗാനം എന്നോടൊപ്പം ചേർന്ന് പാടൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്ര മനോഹരമാണ് ദൈവത്തിന്റെ സ്നേഹം! അത്ഭുതമാർന്ന സ്നേഹത്തിന്റെ അവകാശികളായി ഈ ലോകത്തിൽ നാം ക്രിസ്തു എന്ന രാജാവിന് വേണ്ടി, യേശു ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് മറ്റ് ശീലകളോടുകൂടെ ചേർക്കാതെ വേറിട്ട് വെച്ചിരിക്കുന്ന റൂമാലിനെ കുറിച്ചുള്ള ഒരു ദർശനം അവർക്ക് ലഭിക്കും. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അതിന് അവകാശമുള്ളവൻ വരുവോളം ഞാൻ ആർക്കും കൊടുക്കുകയില്ല. ആ റൂമാൽ ഒരു സമയത്ത് തങ്ക കിരീടമായി, രത്നങ്ങൾ ചാർത്തിയതായ, അവകാശങ്ങൾ ചാർത്തിയതായ, അവന് വേണ്ടി കൊടുക്കാവുന്ന, ദൈവം തന്റെ പിതാവിനാൽ ആദരിക്കപ്പെടുന്നതായ സകല കിരീടങ്ങൾക്കും തുല്യതയിൽ മേലെയുള്ളതായ ഒരേ ഒരു കിരീടമായി രൂപാന്തരപ്പെടും. രാജ്യത്വം ഏൽക്കുവാൻ നീ യോഗ്യൻ എന്ന് യോഹന്നാനെ പത്മോസ് ദ്വീപിൽ വെച്ച് ദൈവം അവിടെ ആത്മാവിന്റെ വിവിശതയിൽ കൊണ്ടുപോയി അവനെ കാണിക്കുകയാണ്. ദൂതന്മാർ 10,000 പേർ അവരുടെ കിരീടം താഴെയിട്ടുകൊണ്ട് കിരീടം എടുപ്പാനും അത് ധരിപ്പാനും യോഗ്യതയുള്ളതായ വേറൊരു കിരീടധാരിയെ അവർ സ്വാഗതം ചെയ്യുന്ന ദർശനം അവനെ കാണിച്ചു. ആ കിരീടം ധരിപ്പാൻ അവൻ യോഗ്യൻ. ദൈവത്തിന് സ്തോത്രം. യേശു നിന്നിൽ രാജാവായി വെളിപ്പെടുവാൻ ഇതാ സമയം അടുത്തു എന്നുള്ളതായ സന്ദേശം നിനക്ക് തരുവാൻ ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഗ്രഹിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നീയാണ് വീണ്ടെടുപ്പിന്റെ ഗാനം പാടുവാൻ യോഗ്യൻ. യേശു ക്രിസ്തുവിന്റെ ഉയിർപ്പിനെ കാണുവാൻ, ഉയിർപ്പിന്റെ ശക്തിയെ ധരിക്കുവാൻ നിനക്കാണ് ഭാഗ്യം. ആ റൂമാലിനെ കുറിച്ചുള്ളതായ ദർശനം മറ്റു ശീലങ്ങളോടുകൂടെ ചേർക്കാതെ, മറ്റു പ്രവൃത്തികളോടുകൂടെ ചേർക്കാതെ, അല്ലെങ്കിൽ മർത്യ ശരീരത്തോടുകൂടെ ചേർക്കാതെ, ഒരു പ്രത്യേക അധികാരം ഇതാ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് അധികാരമുള്ളവൻ, അതിന് അവകാശമുള്ളവൻ, അതിന് യോഗ്യതയുള്ളവൻ വരുവോളം ഇനിയും അത് ആർക്കും കൊടുക്കുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമ്മെ രാജാക്കന്മാരായി അഭിഷേകം ചെയ്ത ആ നിമിഷങ്ങൾ, നമ്മുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെട്ടതായ ദിവസം, നമ്മുടെ കണ്ണുകൾ നമ്മെ അവകാശികളാക്കി മാറ്റിയതായ ദിവസം, മറ്റുള്ളതിനോടൊന്നും ചേർക്കാതെ പ്രത്യേകം ചുരുട്ടി വച്ചിരിക്കുന്ന റൂമാൽ, ദൈവത്തിന് സ്തോത്രം. ആ റൂമാൽ നിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശയെ കൊണ്ടുവരും. നീയും കർത്താവിനോടുകൂടെ വാഴുവാനുള്ളവൻ എന്നുള്ളതായ ഒരു അവകാശബോധം നിന്നിൽ സൃഷ്ടിക്കും. യേശുവിൻ്റെ രാജ്യത്തെ കുറിച്ചുള്ളതായ ഒരു വെളിപ്പാട് നിന്നിൽ സൃഷ്ടിക്കും. ചുരുട്ടി വച്ചിരിക്കുന്ന റൂമാൽ ഈ ദിവസത്തിൽ നിന്നെ രൂപാന്തരപ്പെടുത്തിട്ട് നിന്റെ വെളിപ്പാടിനെ, നിന്റെ വിശ്വാസത്തെ, നിന്റെ ആരാധനയെ, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ളതായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിനക്കും ലഭ്യമാകുവാൻ ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ അന്വേഷിച്ചു എന്നതായ മഗ്ദലക്കാരത്തി മറിയോടും ശേഷം ശിഷ്യന്മാരോടും യേശുവിൻ്റെ അമ്മ മറിയോടും ഒക്കെ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞതായ ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? യേശു ഇവിടെയില്ല. എവിടെയില്ലെന്നാണ് പറഞ്ഞതെന്നറിയാമോ? നമ്മളിലില്ല, നമ്മൾ നിൽക്കുന്ന സ്ഥാനത്തില്ല, നമ്മൾ അന്വേഷിക്കുന്ന സ്ഥാനത്തില്ല, നമ്മുടെ സഭയിലില്ല, നമ്മുടെ വ്യക്തിയിലില്ല, നമ്മുടെ കുടുംബത്തിലില്ല, നമ്മുടെ സമൂഹത്തിലില്ല. അവൻ പോയി. എവിടേക്ക്? ജീവനുള്ളവരുടെ ദേശത്തേക്ക്. ഗലീലേ, വീണ്ടെടുക്കപ്പെട്ടവരുടെ ഇടയിൽ അവനെ നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയും. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണോ? ഗലീലയുടെ അനുഭവമുള്ളവരാണോ? എങ്കിൽ നിങ്ങൾ നിൽക്കുന്നതിന്റെ പുറകിൽ നിന്നുകൊണ്ട് അവനൊരു വാക്ക് പറയും, നിങ്ങൾക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സമാധാനം പ്രാപിക്കുവാൻ ഇന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ, യേശു അരുളി ചെയ്യുന്നതായ, യേശു സമ്മാനിക്കുന്ന സമാധാനം നിനക്ക് പ്രാപിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിനക്ക് ലോകത്തിന് നിനക്ക് വീതിച്ചു കൊടുക്കുവാൻ ഒരു സമാധാനം നിന്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെടും. അത് ദൈവം തരുന്ന സമാധാനം ഈ ലോകം തരുന്ന സമാധാനത്തെ പോലെയല്ല. ആ സമാധാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ സമാധാനത്തിന്റെ ദൂത് കേൾക്കുന്നവരെല്ലാവരും സമാധാനത്തിൽ വാഴും,
സമാധാനത്തെ അനുഭവിച്ച് ജീവിക്കും. അവരുടെ ഉള്ളിൽ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അത് ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനുള്ളതായ ഒരു സന്ദേശം അവരുടെ ജീവിതത്തിൽ അവരെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടുവരും. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ തലയിൽ ചുറ്റി വെച്ചിരുന്ന റൂമാൽ നിനക്ക് ഈ പ്രഭാതത്തിൽ കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അവനോടുള്ളതായ ആ രാജപൗരോഹിത്യത്തിലെ അവകാശം നിന്റെ ജീവിതത്തിൽ ഉറപ്പാക്കുവാൻ നിനക്കത് ഏറെ പ്രകാശനം നൽകും. ഗോഡ് ബ്ലെസ് യു.